നമസ്കാരം. ഇറാനെ മുച്ചൂട് മുടിക്കാൻ ഇതാ ലാസ്റ്റായിട്ട് ഒരിക്കൽ കൂടി ഇറങ്ങിത്തിരിക്കുകയാണെന്ന് പ്രഖ്യാപിച്ചതാണ് ട്രംപ്. സമാധാനത്തിലേക്ക് പോകുന്നു എന്ന് കണ്ട് നിരാശപ്പെട്ടിരുന്ന നെതന്യാഹു എന്നാൽ പിന്നെ തീർത്തിട്ട് തന്നെ കാര്യം എന്നും പറഞ്ഞ് ഒപ്പം ചാടി പുറപ്പെടുകയും ചെയ്തു. അങ്ങനെ US-ഉം ഇസ്രായേലും കൊലപ്പെടുത്തിയ ഖമനേയുടെ സംസ്കാരം കഴിഞ്ഞ് ഉഷാറായി നിന്ന ഇറാനെതിരെ വീണ്ടും ആരംഭിച്ച ആക്രമണം. ഇറാനുണ്ടോ വഴങ്ങുന്നു? അവരുടെ കനപ്പെട്ട തിരിച്ചടി. 2 ആഴ്ചയായപ്പോൾ നെതന്യാഹു US-നെ ചേർത്ത് സമ്പൂർണ്ണ നാശത്തിന് പദ്ധതിയൊക്കെ തയ്യാറാക്കി ഇങ്ങനെ ഇരിപ്പായിരുന്നു ട്രംപിൻ്റെ അടുത്തേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് 3 ദിവസം മുമ്പ് നമ്മുടെ ട്രംപ് തീരുമാനം അങ്ങോട്ട് മാറ്റി. ഇനി യുദ്ധം വേണ്ട, തൽക്കാലം നമ്മൾ വെടിനിർത്തുകയാണ് എന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ നമ്മളും വെടിനിർത്തുകയാണെന്ന് ഇറാനും പ്രഖ്യാപിച്ചു. 3 ദിവസമായിട്ട് വെടി പൊട്ടുന്നില്ല. അമ്പും തുമ്പും തിരിയാതെ നെതന്യാഹു അമേരിക്കൻ വിമാനവും നോക്കി ഇസ്രായേലിൽ ഇരിപ്പാണത്രേ. പെട്ടെന്ന് ട്രംപിനെ കണ്ട് വെടിനിർത്തൽ ലംഘിച്ച് വീണ്ടും യുദ്ധം തുടരാൻ വേണ്ടി. എന്താണ് ഇറാൻ യുദ്ധത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇറാനെ തീർക്കാൻ പുത്തൻ പദ്ധതി പ്രഖ്യാപിച്ച ട്രംപ് പെട്ടെന്ന് പിന്മാറാൻ കാരണം എന്താണ്? നമ്മൾ വിശദമായി നോക്കുകയാണ്. 8 പോയിന്റുകൾ നമുക്ക് ഈ വീഡിയോയിൽ വിശദീകരിക്കാം. ഒന്നാമത്തേത്, പലതവണ വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയും പിന്മാറുകയും ചെയ്ത ട്രംപിൻ്റെ വാക്കുകൾക്ക് ഇറാൻ യുദ്ധത്തിൽ വിശ്വാസ്യത നഷ്ടമായിരുന്നു. അയത്തുള്ള അലി ഖമനേയുടെ സംസ്കാര ചടങ്ങുകൾ നടക്കുന്ന ഘട്ടത്തിൽ സമാധാന ചർച്ചകൾ അടുത്ത ഘട്ടം ആരംഭിക്കാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. എന്നാൽ ഖമനേയുടെ സംസ്കാര ചടങ്ങ് ലോകത്തിനു മുന്നിൽ കരുത്തുറ്റ ഒരു ഇറാനെയാണ് കാണിച്ചു കൊടുത്തത്. ഇതാണ് ഇപ്പോഴത്തെ യുദ്ധ സാഹചര്യത്തിലേക്ക് എത്തിച്ചത്. ട്രംപും US-ഉം ഇറാൻ നശിച്ചു എന്ന് പറഞ്ഞുണ്ടാക്കാൻ ശ്രമിച്ച നറേറ്റീവ് പൊളിഞ്ഞു ആ സംസ്കാര ചടങ്ങോടുകൂടി. ലോകത്തിലെ 30ഓളം രാഷ്ട്രങ്ങൾ അവരുടെ പ്രധാനപ്പെട്ട പ്രതിനിധികളെ ഈ ചടങ്ങിന് നേരിട്ട് അയച്ചു. ഇന്ത്യയും അക്കൂട്ടത്തിൽ പെടും. മാത്രമല്ല, പഴയതിനേക്കാൾ കരുത്തുള്ള, ഒന്നും സംഭവിക്കാത്ത ഊർജ്ജസ്വലമായ ഇറാനെ ലോകം ആ കാഴ്ചകളിൽ കണ്ടു. അവരുടെ നേതാവിൻ്റെ കൊലപാതകത്തിൽ രോഷാകുലരായ ജനതയെ കണ്ടു. ഈ പ്രകോപനം അമേരിക്കയെയും ഇസ്രായേലിനെയും ലോകത്തിനു മുമ്പിൽ മോശക്കാരാക്കി കളഞ്ഞ് അവർ കൊന്ന ഒരു മനുഷ്യന് കിട്ടിയ സ്വീകാര്യത ലോകം മുഴുവൻ തത്സമയം കണ്ടു. ഇത് അവരെ പ്രകോപിപ്പിച്ചു. ഇതിൻ്റെ തുടർച്ചയായിട്ടാണ് US വെടിനിർത്തൽ പൂർണ്ണമായി ലംഘിക്കുന്ന സാഹചര്യം ഒരുക്കിയത്. അതിന് കാരണങ്ങൾ കണ്ടെത്താൻ ട്രംപല്ലേ ആള്? കാരണം കണ്ടെത്താനാണോ പണി? ഹോർമുസിൽ ഇറാൻ വെടിനിർത്തൽ ലംഘിച്ചു എന്നാരോപിച്ച് അതിനുള്ള സാഹചര്യത്തിൻ്റെ തുടർച്ചയായിട്ട് US-ൻ്റെ കനത്ത ആക്രമണം അങ്ങനെ തുടങ്ങി ഇറാന് നേരെ. ഇറാൻ പക്ഷേ പഴയതിനേക്കാൾ ആയുധം സംഭരിച്ച് കരുത്തരായിരുന്നു. US താവളങ്ങളിൽ കൃത്യമായ ലക്ഷ്യങ്ങളിൽ തിരിച്ചടിയുണ്ടായി. മുമ്പില്ലാത്ത വിധം കൃത്യത, ലക്ഷ്യങ്ങൾ കേന്ദ്രീകരിച്ച് വിജയകരമായ ആക്രമണമാണ് നമുക്കെതിരെ തിരിച്ചു വരുന്നത് എന്ന് US സൈനികർ തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യം. ജോർദാനിൽ US താവളത്തെ ആക്രമിച്ചു എന്ന് മാത്രമല്ല, 2 US സൈനികരെ വധിക്കുകയും ചെയ്തു ഇറാൻ. അസാധാരണ ആയുധശേഷി കൈവരിച്ച കൃത്യതയുള്ള സൈന്യത്തെയാണ്, ഇറാൻ്റെ നടപടികളെയാണ് ലോകം കണ്ടത്. US ഞെട്ടലോടെ കണ്ടത്. അതിന് മറുപടിയായി ട്രംപിന്റെ നിർദ്ദേശപ്രകാരം പുതിയ പദ്ധതികൾ തയ്യാറാക്കി. കൂടുതൽ യുദ്ധവിമാനങ്ങൾ പശ്ചിമേഷ്യയിലേക്ക് അയച്ച് ഇറാന് നേരെ വമ്പൻ തയ്യാറെടുപ്പുകൾ നടത്തുന്നു ട്രംപ് എന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന വാർത്ത. അതിനിടെയാണ് അപ്രതീക്ഷിതമായ വെടിനിർത്തൽ. 3 ദിവസമായി US-ഉം ഇറാനും തിരിച്ചങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമണം നടത്തുന്നില്ല. എന്താണ് സാഹചര്യം? വൈറ്റ് ഹൗസിലെ നിർണായക യോഗമാണ് ഇതിലെ പ്രധാന കാര്യം. US സെൻട്രൽ കമാൻഡ് തലവൻ അഡ്മിറൽ ബ്രാഡ് കൂപ്പറിൻ്റെയും മറ്റു മുതിർന്ന ഉപദേശകരുടെയും ശുപാർശയെ തുടർന്ന് ഈ യോഗത്തിൻ്റെ JD വാൻസിൻ്റെ അടക്കമുള്ള സാന്നിധ്യത്തിൽ വിശദീകരിക്കപ്പെട്ട കാര്യങ്ങളുടെയൊക്കെ തുടർച്ചയായിട്ട് ട്രംപിന് മനംമാറ്റം ഉണ്ടായതാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന കാഴ്ച. ട്രംപിന് മനംമാറ്റം ഉണ്ടായതിനെക്കുറിച്ചുള്ള വാർത്തകൾ US മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആക്സിയോസ് ഇത് സംബന്ധിച്ച വിശദമായ റിപ്പോർട്ട് നൽകുന്നുണ്ട്. 2 ആഴ്ച നീണ്ട ആക്രമണത്തിലൂടെ ഇറാനെ കംപ്ലീറ്റ് തകർക്കാൻ കഴിഞ്ഞുവെന്നും അതുകൊണ്ട് ഇനി ആക്രമണം നടത്തുന്നില്ല എന്നുമാണ് പുതിയ വിശദീകരണം ആക്സിയോസിൽ അമേരിക്കൻ ഭാഗത്തു നിന്ന് വരുന്നത്. വ്യാഴാഴ്ചയോടെ ട്രംപിന് മനംമാറ്റം വന്നുവെന്നും വെള്ളിയാഴ്ചയോടെ ആക്രമണം നിർത്തിവെക്കാൻ ഉപദേശിച്ചു എന്നുമാണ് US ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ആക്സിയോസ് റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ കാര്യങ്ങൾ അങ്ങനെ മാത്രമല്ല, അതിനപ്പുറത്താണെന്നാണ് മറ്റ് ചില റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ട്രംപിൻ്റെ പിന്മാറ്റത്തിന് ഒരു കാരണമുണ്ട്. ഇറാനെ സമ്പൂർണ്ണമായി നശിപ്പിച്ചതോ ഇറാൻ പിന്മാറിയതോ അല്ല കാരണം. US വലിയ കുരുക്കിലേക്ക് വീഴുന്നു എന്ന തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലുള്ള തീരുമാനമാണത്രേ ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. അതിന് സാഹചര്യമൊരുങ്ങിയത് വെള്ളിയാഴ്ച വൈറ്റ് ഹൗസിൽ ചേർന്ന ഉന്നതതല യോഗമാണ്. ആ യോഗത്തിൽ ഉന്നയിക്കപ്പെട്ട കാര്യങ്ങൾ ട്രംപിനെ അടക്കം ഞെട്ടിച്ചുവെന്നും US-നെ സംബന്ധിച്ച് നശീകരണാത്മകമായൊരു തീരുമാനം എന്ന നിലയിലേക്ക് യുദ്ധം മാറുന്നു എന്നും ആത്മഹത്യാപരമായ ഈ നീക്കം ഉപേക്ഷിച്ചില്ലെങ്കിൽ അമേരിക്ക വലിയ കുരുക്കിലേക്ക് പോകും എന്നും ഉള്ള തിരിച്ചറിവാണ് ട്രംപിനെ വെടിനിർത്തലിന് നിർബന്ധിതനാക്കിയത് എന്നാണ് ന്യൂയോർക്ക് ടൈംസും CNN അടക്കമുള്ള മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത്. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇത് ഉദ്ധരിച്ച് വിശകലന വാർത്തകളും നൽകുന്നുണ്ട്. വെള്ളിയാഴ്ച വൈറ്റ് ഹൗസിൽ നടന്ന ഉന്നതതല യോഗത്തിന് ശേഷം സ്ഥിതിഗതികൾ അപ്രതീക്ഷിതമായി മാറി. അമേരിക്ക നേരിടുന്ന സൈനിക, സാമ്പത്തിക, രാഷ്ട്രീയ പരിമിതികളുടെ പ്രതിഫലനമായി വൈറ്റ് ഹൗസിലെ യോഗവും ചർച്ചയും. ഇനി യോഗത്തിൽ എന്തൊക്കെയാണ് ഉയർന്നു വന്ന
പോയിന്റ്. യുദ്ധത്തിന്റെ അനിശ്ചിതാവസ്ഥ US-നെ അപകടകരമായി ബാധിക്കും എന്ന ആശങ്ക യോഗത്തിൽ JD വാൻസ് അറിയിച്ചു. ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത് ഈ ആശങ്കയെക്കുറിച്ച് ട്രംപിന് ബോധ്യപ്പെട്ടു എന്നാണ്. യുദ്ധം തുടർന്നാൽ അമേരിക്ക ദീർഘകാല സൈനിക കുരുക്കിൽപ്പെടും എന്ന ആശങ്കയാണ് വൈറ്റ് ഹൗസ് യോഗത്തിൽ വാൻസ് പങ്കുവച്ചത്. ജനറൽ ഡാൻ കെയ്നും ആയുധ ശേഖരത്തിലെ സമ്മർദ്ദം, US സൈന്യം നേരിടുന്ന സമ്മർദ്ദം, അതായത് ഇത് തീർന്നുകൊണ്ടിരിക്കുകയാണല്ലോ, അതിന് പകരം ഉണ്ടാക്കാനുള്ള സമയമൊന്നുമില്ല, ഒറ്റത്തര അടിയാണല്ലോ, അതിൻ്റെ സമ്മർദ്ദത്തെക്കുറിച്ച് ചൂണ്ടിക്കാട്ടി. ഇതോടെ ട്രംപ് താൽക്കാലികമായി വ്യോമാക്രമണങ്ങൾ നിർത്താൻ തീരുമാനിച്ചു എന്നാണ് ന്യൂയോർക്ക് ടൈംസ് ഉൾപ്പെടെയുള്ള അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ആക്രമണം ശക്തമാകുന്നതിൻ്റെ അപകട സാധ്യതകളാണ് യോഗത്തിൽ വിശദമായി ചർച്ചയായത്. വീണ്ടും ഇറാഖ്, അഫ്ഗാനിസ്ഥാൻ പോലെയുള്ള അവസാനമില്ലാത്തൊരു പശ്ചിമേഷ്യൻ യുദ്ധത്തിലേക്ക് പെട്ടാൽ അമേരിക്കയുടെ കാര്യം കട്ടപോഹയാണ് എന്ന് വാൻസ് പറഞ്ഞു എന്നാണ് വാർത്തയിൽ നമുക്ക് മനസ്സിലാവുക. യുദ്ധത്തിൻ്റെ ലക്ഷ്യം പരിമിതമായിരിക്കണം എന്നും വാൻസ് വാദിച്ചു. അതായത് കൃത്യമായ സമയത്തിനുള്ളിൽ തീർക്കുന്ന ഒരു പരിപാടിയായിരിക്കണം എന്ന്. പാട്രിയറ്റ് ഇന്റർസെപ്റ്റർ മിസൈലുകളുടെ ശേഖരത്തിൽ ആണ് വലിയ കുറവുണ്ടായത്. അത് US സൈന്യത്തെ സമ്മർദ്ദത്തിലാക്കുന്നുണ്ട്. കാരണം പ്രധാനപ്പെട്ട ഇറാന്റെ ആക്രമണത്തെ പ്രതിരോധിക്കാൻ അവർക്ക് ആയുധങ്ങൾ ഇല്ലാതാവുകയാണ്. ഡാൻ കെയ്നും ആയുധങ്ങളുടെ കുറവിനെ സംബന്ധിച്ച് വിശദീകരിച്ചു. വിവിധ വകുപ്പുകളുടെ പ്രതിനിധികൾ നിലവിലെ സാഹചര്യം ഉന്നയിച്ചു. അതിൽ സാമ്പത്തികമായ പ്രതിസന്ധിയും ചർച്ചയായി. ഇനി നാലാമത്തേത് ട്രംപിനെ വെടിനിർത്തലിന് പ്രേരിപ്പിച്ച തീരുമാനങ്ങളെക്കുറിച്ചാണ്. അദ്ദേഹം ഈ ചർച്ചകൾക്ക് ശേഷം എങ്ങനെയാണ് തീരുമാനമെടുത്തത്? അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് 2 പ്രധാന സമ്മർദ്ദങ്ങളായിരുന്നു എന്നാണ് പറയുന്നത്. ഒന്നാമത്തേത് ആയുധശേഷി തന്നെയാണ്. US-ന്റെ ചരിത്രത്തിൽ നേരിട്ടിട്ടില്ലാത്ത വിധം ആയുധശേഷിയിൽ US വലിയ കുഴപ്പത്തിലായിരിക്കുകയാണ്. JD വാൻസ് പറഞ്ഞ കാര്യം തന്നെയാണ്. പാട്രിയറ്റ് മിസൈലുകളുടെ ശേഖരത്തിൽ വൻ ഇടിവുണ്ടായി. കൂടാതെ മറ്റ് വ്യോമ പ്രതിരോധ മിസൈലുകളുടെ ശേഖരവും ഗണ്യമായി കുറഞ്ഞു. ഈ മുന്നറിയിപ്പ് സൈനിക നേതൃത്വം അവിടെ നൽകിയതായാണ് റിപ്പോർട്ടുകൾ. ട്രംപിന്റെ മുന്നിൽ ഇതെത്തി എന്നുള്ളതാണ്. ഇത് മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ താവളങ്ങളുടെ സുരക്ഷയെയും ഇൻഡോ പസഫിക്കിലെ സൈനിക തയ്യാറെടുപ്പിനെയും ബാധിക്കും എന്ന ആശങ്കയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു. ജോർദാനിൽ ഇറാൻ നടത്തിയ ആക്രമണം ഉണ്ടല്ലോ, നമ്മൾ നേരത്തെ പറഞ്ഞു, ഇതിനു മുമ്പ് നമ്മളൊരു വീഡിയോയും ചെയ്തതാണ്. ഇതിലെ കൃത്യത US ഊഹിക്കുന്നതിനും അപ്പുറത്തായിരുന്നു. അതായത് ഇറാൻ സാധാരണ ജോർദാനിൽ ആക്രമണം നടത്തുന്നു, അല്ലെങ്കിൽ അമേരിക്കയുടെ വ്യോമ താവളങ്ങളുള്ള സ്ഥലങ്ങളിൽ ആക്രമണം നടത്തിയാൽ ആ രാജ്യത്തിലെ എവിടെയെങ്കിലുമൊക്കെ അബദ്ധത്തിലൊക്കെ വീഴും. അപ്പോൾ ഈ രാജ്യവും ഇറാനും തമ്മിലുള്ള പ്രശ്നമായി അത് മാറി. എന്നാൽ ഈ ജോർദാനിൽ അങ്ങനെ ആയില്ല എന്ന് മാത്രമല്ല, കൃത്യമായി ജോർദാനിലെ സൈനിക താവളത്തിനകത്തേക്ക് അവരുടെ മിസൈൽ എത്തി, എന്നിട്ട് 2 പേരെ കൃത്യമായി വധിച്ചു എന്നാണ് റിപ്പോർട്ട് വന്നിരുന്നത്. ഇത് US-നെ ഞെട്ടിച്ചു. വിവര സാങ്കേതിക രംഗത്തും ആയുധരംഗത്തും റഷ്യയും ചൈനയും അസാധാരണ സഹായം ഇറാൻ ഇപ്പോൾ നൽകുന്നു എന്നാണ് US-ന്റെ നിഗമനം. അതുകൊണ്ട് US ഉള്ള ആയുധമെല്ലാം ഇങ്ങനെ എടുത്തടിച്ച് തീർക്കുമ്പോൾ ഇറാൻ ആവശ്യത്തിന് കൃത്യതയോടെ തിരിച്ചടിക്കുന്നു സാഹചര്യം വരുമ്പോൾ US-ന്റെ ആയുധശക്തിക്കും അവരുടെ ഊർജത്തിനും കാര്യമായ തിരിച്ചടി നേരിടുകയാണ് ഈ ഘട്ടത്തിൽ. ഈ ആയുധത്തിൻ്റെ കുറവ് എങ്ങനെ നികത്തും? അതിന് ഗ്യാപ്പില്ല. ഒപ്പം സാമ്പത്തിക ഭാരം, ഇതാണ് രണ്ടാമത്തെ കാര്യം. പാട്രിയറ്റ് ഇന്റർസെപ്റ്റർ മിസൈലിൻ്റെ വില തന്നെ ദശലക്ഷക്കണക്കിന് ഡോളറാണ്. അതുപോലെയാണ് കണക്കില്ലാതെയുള്ള ആയുധ പ്രയോഗം. മാസങ്ങളായി തുടരുകയാണ്. ഈ യുദ്ധം അമേരിക്കയ്ക്ക് വമ്പൻ സാമ്പത്തിക ബാധ്യത സൃഷ്ടിച്ചു. ഇത് സംബന്ധിച്ച വിവിധ തലത്തിലുള്ള ആശങ്കകൾ US-ൽ ഉയരുന്നതായ റിപ്പോർട്ടുകളും നമ്മുടെ മുമ്പിലേക്ക് വരുന്നുണ്ട്. യുദ്ധച്ചെലവും ആയുധ പുനർനിർമ്മാണ ചെലവും ഒരുമിച്ച് വർദ്ധിക്കുകയാണ്. എന്നാൽ അമേരിക്കൻ ആക്രമണങ്ങൾ ഉണ്ടായിട്ടും ഇറാനോ യുദ്ധശേഷി പൂർണ്ണമായി നഷ്ടപ്പെടുന്നുമില്ല. അപ്പം എന്താ സംഭവിക്കുന്നത്? അമേരിക്ക ആക്രമിക്കുന്നു, അതേപോലെ ഇറാനും ആക്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ ഇപ്പോൾ വെടിനിർത്തൽ പ്രഖ്യാപനം ഔദ്യോഗികമായിട്ടല്ലെങ്കിലും 3 ദിവസമായിട്ട് നടക്കുന്നില്ലല്ലോ. അപ്പോൾ ഏറ്റവും ഒടുവിൽ ഇന്നാണ് അതിനെ സംബന്ധിച്ച വിശദീകരണങ്ങൾ, റിപ്പോർട്ടുകളൊക്കെ വന്നത്. എന്തായാലും ഈ 3 ദിവസത്തിനിടയിൽ ഉണ്ടായിരുന്ന സാഹചര്യത്തെ ഇറാനും വിലയിരുത്തി. അമേരിക്ക ആക്രമണം നടത്തുന്നിടത്തോളം ഞങ്ങളും ആക്രമണം നടത്തും, നിർത്തുന്ന ഏത് ഘട്ടത്തിലും ഞങ്ങൾ നിർത്തും എന്നാണ് ഇറാൻ അറിയിച്ചത്. ഇത് കീഴടങ്ങലല്ല എന്നും സാഹചര്യം മാറിയാൽ തിരിച്ചടിക്കാൻ ഞങ്ങൾ റെഡിയാണ് എന്നും ടെഹ്റാൻ വിശദീകരിക്കേണ്ടത്. ഇതോടെയാണ് ട്രംപിന്റെ വെടിനിർത്തൽ കാരണം മാധ്യമങ്ങൾ ചർച്ചയാക്കിയത്. ഇനി 5-മത്തേത് നെതന്യാഹുവിൻ്റെ നിരാശയും രോഷവും ഒക്കെയാണ്. യുദ്ധം കൂടുതൽ ശക്തമാക്കും എന്നും ഇറാന്റെ ബാക്കിയുള്ള ശേഷി കൂടി തകർത്ത് നശിപ്പിക്കും എന്നും പ്രഖ്യാപിച്ച് നെതന്യാഹുവിൻ്റെ കൂടി പിന്തുണയോടെ അടുത്ത പദ്ധതികൾ ട്രംപ് ആലോചിച്ച് വരുമ്പോഴാണ് ഇപ്പോഴത്തെ പെട്ടെന്നുള്ള പിന്മാറ്റം, അപ്രതീക്ഷിതമായ വെടിനിർത്തൽ തീരുമാനം. ട്രംപിന്റെ തീരുമാനം ഇസ്രായേലിനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ. യുദ്ധം സമാധാനത്തിലേക്ക് നീങ്ങുന്നു എന്ന് കണ്ടപ്പോൾ അത് മുടക്കാൻ വേണ്ടി പല വഴികൾ തേടിയിരുന്നു നെതന്യാഹു. നിങ്ങൾക്കറിയാം, ഒടുവിൽ അയത്തുള്ള അലി ഖമനേയുടെ സംസ്കാര ശേഷം രൂപപ്പെട്ട യുദ്ധ സാഹചര്യത്തെ മുതലെടുക്കാൻ ഒടുവിൽ പദ്ധതിയുമായിട്ടാണ് നെതന്യാഹു തയ്യാറായിരുന്നത്. അങ്ങനെയാണ് സംയുക്ത നടപടിയിലേക്ക് കടക്കാൻ വേണ്ടി ആലോചിച്ചത്. എന്നാൽ വെടിനിർത്തൽ തീരുമാനം ട്രംപ് പുനഃപരിശോധിക്കേണ്ടി വരുമെന്നും കനത്ത ആക്രമണത്തിലേക്ക് US-ന് തിരിച്ചു പോകേണ്ടി വരും എന്നുമാണ് ഇസ്രായേലിൻ്റെ ഈ നിരാശയിൽ നിന്നുള്ള രോഷപ്രകടനം. ഇസ്രായേൽ നേതാക്കൾ യുദ്ധം വീണ്ടും ആരംഭിക്കുന്ന സാഹചര്യം വരുമെന്ന് പ്രതീക്ഷിക്കുന്നതായിട്ടാണ് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു US-ലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പ് നടത്തുന്നുണ്ടത്രേ. വൈറ്റ് ഹൗസിൽ ട്രംപുമായി കൂടിക്കാഴ്ചയ്ക്ക്
അവസരം തേടി എന്നും വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു. കാരണം പെട്ടെന്ന് ഇത് കൊളാക്കണമല്ലോ, പെട്ടെന്ന് ഈ യുദ്ധ സാഹചര്യത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരണം, അങ്ങനെ ചറപറ ആക്രമണം നടത്തണം. ആക്രമണം ഇല്ലാതെ ലോകത്തിന് നെതന്യാഹുവിന് ഉറങ്ങാൻ പറ്റില്ല. എന്തായാലും ട്രംപിൻ്റെ അതിവേഗ നടപടിക്ക് പിന്നിൽ നയതന്ത്രമാണ് എന്ന വിലയിരുത്തലുകളും പുറത്തു വരുന്നുണ്ട്. ആക്രമണങ്ങളിൽ വരുത്തിയ ഇടവേള താൽക്കാലിക സമാധാന ശ്രമം മാത്രമാണെന്നും ഒമാൻ വഴിയുള്ള ചർച്ചകളിലൂടെ ഇറാനെ സമവായത്തിലെത്തിക്കാനുള്ള നീക്കമാണ് എന്നും CNN റിപ്പോർട്ട് ചെയ്തു. ചർച്ചകൾ ഇനി പരാജയപ്പെട്ടാൽ ഇറാന്റെ ഊർജ്ജ സാമ്പത്തിക കേന്ദ്രങ്ങളെ തകർക്കുന്ന അതിശക്തമായ ആക്രമണത്തിലേക്ക് ട്രംപ് വീണ്ടും പോകും എന്നാണ് CNN മുന്നറിയിപ്പ്. എന്നാൽ ഹോർമുസിനെ ചൊല്ലി ആരംഭിച്ച നിലവിലെ ആക്രമണങ്ങളുടെ ശേഷവും ഇറാനെ വരുതിയിലാക്കാനായില്ല എന്ന് മാത്രമല്ല, കനത്ത തിരിച്ചടിയും നേരിടേണ്ടി വന്നു US-ന്. മാത്രമല്ല, ഹോർമുസ് കടലിടുക്കിൽ പുതിയ ക്രമീകരണത്തിനായി ഇറാനും ഒമാനും ചർച്ച നടത്തി വരികയുമാണ്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ട്രംപിൻ്റെ വെടിനിർത്തൽ. ഇനി അടുത്തത്, യുദ്ധത്തിൽ ഒരു കാര്യവുമില്ലാതെ ഇറാനെ ആക്രമിച്ച് ശക്തി പ്രകടിപ്പിക്കാൻ പോയ യുക്രൈൻ കുരുക്കിലായ കാര്യമാണ് ആറാമത്തേത്. കാസ്പിയൻ കടലിൽ ഇറാൻ കപ്പലിന് നേരെ യുക്രൈൻ ആക്രമണം നടത്തിയ റിപ്പോർട്ട് ഇന്ന് രാവിലെ മുതൽ വരുന്നുണ്ട്. ഡ്രോൺ ഉപയോഗിച്ചാണ് യുക്രൈൻ ആക്രമിച്ചത് എന്നും ഒരു നാവികൻ കൊല്ലപ്പെടുകയും ഒരാൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു എന്നും ഇറാൻ വിശദീകരിച്ചിട്ടുണ്ട്. പിന്നാലെ ടെഹ്റാൻ യുക്രൈൻ നയതന്ത്ര പ്രതിനിധിയെ വിളിച്ചു വരുത്തി പ്രതിഷേധം അറിയിച്ചു. റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചകളിലൊന്നും താല്പര്യമില്ലാതെ ഇറാൻ യുദ്ധത്തിൽ കക്ഷി ചേർന്ന് സെലൻസ്കി എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ആശ്ചര്യപ്പെട്ടിരിക്കുകയാണ് രാഷ്ട്രീയ നിരീക്ഷകർ. നിലവിൽ US-ഉം ഇസ്രായേലും മാത്രമാണ് ഇറാനെതിരെ യുദ്ധത്തിൽ അണിചേർന്നിട്ടുള്ളത്. എന്നാൽ ഒരു യൂറോപ്യൻ രാഷ്ട്രം എന്ന നിലയിൽ യുക്രൈനിൻ്റെ ആക്രമണം മേഖലയിൽ ആശങ്ക സൃഷ്ടിച്ചിരിക്കുകയാണ്. റഷ്യ ഇറാനെ സഹായിക്കുന്നു എന്ന ആരോപണത്തിൻ്റെ കൂടി തുടർച്ചയായിട്ട് യുക്രൈൻ നടത്തിയ നീക്കം വിലയിരുത്തപ്പെടുന്നുണ്ട്. കാരണം റഷ്യ യുക്രൈൻ യുദ്ധം അവിടെ അപ്പുറത്ത് നടക്കുകയാണല്ലോ. കാസ്പിയൻ കടലിൽ ഇറാൻ കപ്പലിനെ യുക്രൈൻ ആക്രമിച്ചത് കണ്ടില്ലെന്ന് നടിച്ച് പോകാൻ കഴിയില്ല എന്ന നിലപാട് ഇറാനും പ്രഖ്യാപിച്ചു. മറുപടി നൽകാനാകാതെ പോകില്ല എന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി മുന്നറിയിപ്പ് നൽകി. എന്നാൽ ഇറാൻ റഷ്യൻ സഹകരണം തകർക്കാനാണ് ആക്രമണം നടത്തിയത് എന്നാണ് യുക്രൈൻ വിശദീകരിക്കുന്നത്. ഇറാനുമായി യുക്രൈൻ കടുത്ത ശത്രുതയിലാണ്. അത് റഷ്യൻ യുദ്ധം ആരംഭിച്ച കാലം മുതലേ ഉണ്ട്. 2022 റഷ്യ യുക്രൈനെ ആക്രമിച്ച ശേഷം ഇറാൻ റഷ്യക്ക് ഷഹീദ് ഡ്രോണുകൾ അടക്കം സൈനിക സാങ്കേതിക വിദ്യകൾ നൽകി എന്ന് യുക്രൈൻ ആരോപിച്ചിരുന്നു. ഈ ഡ്രോണുകൾ യുക്രൈനിൽ വലിയ നാശനഷ്ടം വരുത്താൻ റഷ്യ ഉപയോഗിച്ചു. ഇറാനും അത് സമ്മതിച്ചിരുന്നു. US ഇസ്രായേൽ സംയുക്ത സൈനിക നടപടി ഇറാനിൽ ആരംഭിച്ചതോടെ യുക്രൈൻ ഇറാനെതിരായ നിലപാട് പരസ്യമായിട്ട് എടുക്കുകയും ചെയ്തിരുന്നതാണ്. എന്നാൽ പ്രത്യക്ഷത്തിൽ യുദ്ധത്തിൽ പങ്കെടുത്തിരുന്നില്ല. ഇറാൻ റഷ്യയുടെ സഹായത്തോടെ കൂടുതൽ ശക്തമായി US-നെതിരെ തിരിച്ചടിക്കുന്ന ഘട്ടത്തിലാണിപ്പോൾ യുക്രൈൻ ആക്രമണം നേരിട്ട് യുദ്ധത്തിൽ കക്ഷി ചേർന്ന നിലയിൽ ആക്രമണം നടത്തിയിരിക്കുന്നത്. യുക്രൈൻ ഇറാനെ നേരിട്ടുള്ള ശത്രുവായി കാണുകയും ആക്രമണം നടത്തുകയും ചെയ്തു. ഇതൊരു യുദ്ധത്തിലെ വ്യത്യസ്തമായൊരു ആരംഭമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. ഇതോടെ ഉണ്ടായ മാറ്റത്തെ ആശങ്കയോടെയാണ് ലോകരാഷ്ട്രങ്ങളും കാണുന്നത്. ഇത് വലിയ പ്രത്യാഘാതം ഉണ്ടാക്കും. ഇറാന് US-ഉം ഇസ്രായേലും കൂടാതെ മൂന്നാമതൊരു രാഷ്ട്രത്തെ കൂടി നേരിടേണ്ടി വരുന്ന സാഹചര്യവും രൂപപ്പെട്ടത് ഇറാനെ സംബന്ധിച്ചും ബുദ്ധിമുട്ടാണ്. റഷ്യൻ യുദ്ധത്തിൽ യുക്രൈനൊപ്പം നിന്ന ലോക സമൂഹം ഇറാനോട് ഈ നിലപാട് തുടരുകയാണ് എങ്കിൽ സെലൻസ്കിയുടെ യുദ്ധക്കൊതി എന്ന നിലയിലേക്ക് ചർച്ചകൾ വരും. ഇപ്പോൾ തന്നെ റഷ്യൻ യുദ്ധം അവസാനിപ്പിക്കാൻ സെലൻസ്കി താല്പര്യമെടുക്കുന്നില്ല എന്ന ആക്ഷേപമുണ്ട്. കാലാവധി കഴിഞ്ഞിട്ടും തെരഞ്ഞെടുപ്പൊന്നുമില്ലാതെ നെതന്യാഹുവിൻ്റെതിന് സമാനമായ സാധ്യതകൾ ഉപയോഗിച്ച് യുക്രൈനിൽ പ്രസിഡന്റായി അനിശ്ചിതമായി തുടരുകയാണ് സെലൻസ്കി. അത് റഷ്യൻ യുദ്ധത്തിൻ്റെ അടിയന്തര സാഹചര്യം പരിഗണിച്ച് രാജ്യത്ത് കിട്ടിയ ഇളവാണ്. യുദ്ധം അവസാനിച്ചാലോ അധികാരം നഷ്ടപ്പെടാനുള്ള സാഹചര്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ പിൻഗാമിയെ തിരഞ്ഞെടുക്കാനോ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് നടപടികളിലേക്ക് കടക്കാനോ രാജ്യത്ത് സാഹചര്യം ഒരുങ്ങും. ഇറാൻ യുദ്ധത്തിൽ കൂടി പങ്കാളിയായാൽ അനിശ്ചിതത്വം വീണ്ടും നീളും. അതിനായുള്ള കുതന്ത്രമാണോ ഇതെന്ന സംശയവും സെലൻസ്കിയുടെ എതിരാളികൾ ഉയർത്തുന്നുണ്ട്. എന്തായാലും ട്രംപ് യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഗതികെട്ട നീക്കം നടത്തുമ്പോൾ നെതന്യാഹുവും ഇപ്പോൾ സെലൻസ്കിയും ഇറാനെതിരായ യുദ്ധം അനിശ്ചിതമായി തുടരാനുള്ള കുതന്ത്രങ്ങളുമായി രംഗത്തുണ്ട് എന്നതാണ് ഏറ്റവും പുതിയ ഡെവലപ്മെൻറ്റ്. അവസാനമായി എന്തൊക്കെയായാലും ട്രംപിന് ഇനിയും മുന്നോട്ട് പോകാൻ നിർവാഹമില്ലാത്ത സാഹചര്യമുണ്ട്. അതെങ്ങനെയാണ് എന്നുള്ളതാണ്. യുദ്ധം അവസാനിപ്പിച്ചേ പറ്റൂ. താൽക്കാലിക വെടിനിർത്തൽ നയതന്ത്രത്തിന് അവസരം നൽകുന്ന നിലപാടാണ് എന്നതിൽ സംശയമൊന്നുമില്ല. പക്ഷേ അതിന് പിന്നിൽ ആ ഒരൊറ്റ കാരണമല്ല എന്നതാണ് നമുക്ക് വ്യക്തമാകുന്നത്. ആയുധശേഖരത്തിലെ കുറവും യുദ്ധച്ചെലവും പശ്ചിമേഷ്യയിലെ യുദ്ധം വ്യാപിക്കാനുള്ള അപകട സാധ്യതയും ആഭ്യന്തര രാഷ്ട്രീയ സമ്മർദ്ദവും ഒക്കെ ചേർന്നുണ്ടാക്കിയ ഒരു പരിണത ഫലമാണ് ഈ തീരുമാനം എന്നാണ് പുറത്തുവരുന്ന സൂചനകളിൽ നിന്ന് വ്യക്തമാവുന്നത്. ചുരുക്കത്തിൽ ട്രംപ് ഭരണകൂടം താൽക്കാലികമായി ആക്രമണം നിർത്തുകയും നയതന്ത്രത്തിന് അവസരം നൽകുകയും ചെയ്തതിൻ്റെ പിന്നിൽ സൈനിക വിഭവങ്ങളുടെ സമ്മർദ്ദവും സാമ്പത്തിക ചെലവും മറ്റ് കാര്യങ്ങളും ഉണ്ട് എന്നുറപ്പാണ്. യുദ്ധം തുടരും തോറും US-ന് ഊരാനാകാത്ത കുരുക്കാണ് സൃഷ്ടിക്കപ്പെടുന്നത് എന്ന് ട്രംപിനും ബോധ്യപ്പെട്ട് കാണും. ഗതികെട്ട് തൽക്കാലത്തേക്ക് വീണ്ടും നിർത്തിയ ഒരു യുദ്ധമായി മാറുമോ എന്നുള്ള ആശങ്കയും ഉണ്ട്. ഇനി നെതന്യാഹുവിൻ്റെ ഇടപെടലും ട്രംപിൻ്റെ സമനില തെറ്റുമ്പോഴുള്ള തലകുത്തി മറിയലും കൂടി ആകുമ്പോൾ വീണ്ടും യുദ്ധം അല്ലെങ്കിൽ വെടിനിർത്തൽ ഇല്ലാതാകുന്ന സാഹചര്യം ഉണ്ടാകുമോ എന്നതാണ് ആശങ്ക. നമുക്ക് കാത്തിരുന്ന് കാണാം. നല്ല കാലം വരും, സമാധാനം വരും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. നന്ദി, നമസ്കാരം.